ഖുർആൻ ഓതുന്നത് നമ്മൾ അധികരിപ്പിക്കുക. എത്ര ദിവസത്തിലാണ് നമ്മൾ ഒരു ഖതം തീർക്കേണ്ടത്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്, ഫീ കം യുഖ്റഉൽ ഖുർആൻ. എത്ര ദിവസത്തിലാണ് ഖുർആൻ ഖതം തീർക്കേണ്ടത്? ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എത്ര ദിവസത്തിലാണ് ഒരു ഖതം തീർക്കേണ്ടത്? അവിടെ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നു. അദ്ദേഹത്തോട് പ്രവാചകൻ പറഞ്ഞു, ഇഖ്റഇൽ ഖുർആന ഫീ ഷഹ്രിൻ. ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും പരിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യുക എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു. ആ സഹാബി ഏകദേശം എല്ലാ 7 ദിവസങ്ങളിലും, ചില റിവായത്തുകൾ അനുസരിച്ച് 3 ദിവസങ്ങളിലും ഖതം തീർക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോട് പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ആദ്യത്തിൽ നിങ്ങൾ ഒരു മാസത്തിലും ഒരു തവണ ഖതം തീർക്കുക. ഇനി നമ്മുടെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കുക, എത്ര ദിവസത്തിലാണ് നമ്മൾ ഖതം തീർക്കാറ്? അല്ലാഹു അലം. ഞാൻ ഇന്നേ വരെ വായിച്ച ഒരു സഹാബിയുടെ ചരിത്രത്തിലും 30 ദിവസത്തിൽ അധികം എടുക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. എല്ലാ സഹാബികളും ഏറ്റവും കൂടി വന്നാൽ 30 ദിവസത്തിൽ അവരൊരു ഖതം തീർക്കാറുണ്ട്. 30 ദിവസത്തിൽ ഒരു തവണയെങ്കിലും അവർ ഖതം തീർക്കും. നമ്മൾ എത്രത്തോളം ഓതാറുണ്ട്? ഒരു ഖതം ഒരു മാസത്തിൽ തീർക്കണമെന്ന് പറയുമ്പോൾ ഒരു ദിവസം എത്ര ഓതണം? ഒരു ജുസ് എന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ അത് ഓതാൻ 20 മിനിറ്റേ നമുക്ക് വേണ്ടൂ. സഹോദരങ്ങളെ, അള്ളാഹു നൽകുന്ന 24 മണിക്കൂറിൽ നിന്ന് ആ ഒരു 20 മിനിറ്റ് മാറ്റിവെക്കാൻ നമുക്കില്ല എങ്കിൽ, ആ ഒരു 20 മിനിറ്റ് എന്തുകൊണ്ടാണ് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കാത്തത്? എത്രമാത്രം നമ്മുടെ ഈമാൻ ബലഹീനമാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്ന് പല ആൾക്കാരുടെയും ധാരണ എന്താ? നമ്മളൊക്കെ സ്വർഗത്തിന്റെ അവകാശികളാണ്, നമുക്കൊന്നും പേടിക്കാനില്ല. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അധികം ഇബാദത്തുകളിൽ മുന്നേറിയിട്ടും അവർക്ക് പേടിയാണ്, ഞാൻ സ്വർഗത്തിൽ പോകോ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സംശയിക്കാറുണ്ട്, ഞാൻ മുനാഫിഖാണോ? ഹൻളല റളിയല്ലാഹു അൻഹു സംശയിക്കാറുണ്ട്, ഞാൻ മുനാഫിഖാണോ? അദ്ദേഹത്തെ മലക്കുകൾ കുളിപ്പിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. അത്രയും മഹാനായ സഹാബി അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ സംശയിക്കാറുണ്ട്, ഞാൻ കപട വിശ്വാസിയാണോ? നമ്മുടെ അവസ്ഥ എന്താ? നമുക്ക് നിർഭയത്വമാണ്, നമുക്കൊരു പേടിയുമില്ല. ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് പറയുന്നു, അങ്ങനെ നിർഭയത്വം, ലാ യഅ്മനു ഇല്ലാ മുനാഫിഖ്. ഇവിടെ നിർഭയത്വത്തോടുകൂടി എനിക്കൊന്നും ബാധിക്കാനില്ല, ഞാൻ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, ഇത് മതി എന്നൊരു ധാരണ വരുന്നത് മുനാഫിഖിന്റെ മാത്രമാണ് എന്ന് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഏതൊരു സ്വർഗം ലഭിക്കാനാണോ സഹാബികൾ ഇത്രയും അധികം സന്മാർഗങ്ങളിൽ മുന്നേറിയിരിക്കുന്നത്, അതേ സ്വർഗത്തിനാണ് നമ്മളും പരിശ്രമിക്കുന്നത്. ആ ഒരു സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യവും. പക്ഷെ എന്തുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നമ്മളിങ്ങനെ പാരായണം ചെയ്യുന്നില്ല? ഇമാം ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ് പറഞ്ഞു, യുസ്തഹബ്ബു ലിൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പുണ്യകരമായ കാര്യമാണ് അല്ലദീ യത്ലുബുൻ നജാഹ്, വിജയം ആഗ്രഹിക്കുന്ന വ്യക്തി. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ പരാജയത്തിൽ നിന്ന് മോചിതനായി വിജയം ലഭിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു പതിവുണ്ടാക്കിയെടുക്കുക. എല്ലാ മാസത്തിലും ഒരു തവണയെങ്കിലും ഖതം തീർക്കുക എന്നുള്ളത് വിജയം ആഗ്രഹിക്കുന്നവൻ ചെയ്യേണ്ട കാര്യമാണ് എന്ന് ഇമാം ഇബ്നു ഹസ്ം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾ ചിന്തിക്കുക, എത്ര മാസമായി നമ്മൾ ഖതം തീർത്തിട്ട്? എത്ര മാസമായി പല സഹോദരങ്ങളും ഖതം തീർത്തിട്ട്? പലരും ഖതം തീർക്കാറ് റമദാനിന്റെ മാത്രമാണ്. ഇതാരുടെ മാതൃകയാണ് സഹോദരങ്ങളെ? ഇതാരുടെ മാതൃകയാണ്? ആരാ നമുക്കിത് പഠിപ്പിച്ചു തന്നത്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ദീന് പഠിച്ച താബിഈങ്ങൾ പറയാറുണ്ട്, എന്ത് കാര്യം ഇബ്നു മസ്ഊദിനോട് നമ്മൾ ചോദിച്ചാലും ഖുർആനിൽ നിന്ന് നമുക്ക് മറുപടി തരുമായിരുന്നു. ഏത് കാര്യം അദ്ദേഹത്തോട് ചോദിച്ചാലും ഖുർആനിൽ നിന്ന് മറുപടി നൽകും. ഏത് കാര്യം അദ്ദേഹത്തോട് ചോദിച്ചാലും ഖുർആനിൽ നിന്ന് മറുപടി നൽകും. പക്ഷേ പിൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖുർആനിൽ അറിവില്ലാത്തതിനാൽ അവർക്കൊരു വിഷയം ഖുർആനിൽ നിന്ന് പറയാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് തെളിവ് പറയാൻ സാധ്യമല്ല. ഷെയ്ഖ് ഫഹദ് അൽ ഫുഹൈദ് ഹഫിളഹുല്ലാഹയെ ഒരു ദിവസം സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏതൊക്കെ മോശപ്പെട്ട വാദങ്ങളുണ്ടോ, ബിദ്അത്തിന്റെയും അതുപോലെ തന്നെ നിരീശ്വരവാദത്തിന്റെയും അതുപോലെ ഏതൊക്കെ വാദങ്ങളുണ്ടോ അതിനൊക്കെ മറുപടി പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ഏത് നിരീശ്വരവാദമാണെങ്കിലും ഏത് മോശപ്പെട്ട വാദങ്ങളാണെങ്കിലും അതിന് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ഖുർആൻ നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ ഖുർആൻ ഉപയോഗിച്ച് നമുക്ക് എല്ലാവരോടും നല്ല രീതിയിൽ മറുപടി പറയാൻ സാധിക്കുമായിരുന്നു എന്ന് ഷെയ്ഖ് ഫഹദ് അൽ ഫുഹൈദ് ഹഫിളഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ഒരു പതിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം.
ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസത്തിൽ, അല്ലെങ്കിൽ ചില റിവായത്തുകളിൽ വന്നതുപോലെ 40 ദിവസത്തിലെങ്കിലും ഒരു തവണ ഖതം തീർക്കുന്ന പതിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഒരു ദിവസം 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് മാറ്റിവെക്കാൻ നമുക്കില്ല എങ്കിൽ എല്ലാ നിസ്കാരത്തിന് മുമ്പും ശേഷവും 2 പേജ് വെച്ച് പാരായണം ചെയ്താൽ ഒരു പ്രയാസവുമില്ലാതെ ഒരു ദിവസം ഒരു ജുസ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ഇന്ന് പല ആൾക്കാർക്കും ഖുർആൻ ഓതുമ്പോൾ മടുപ്പ് വരും. ഖുർആൻ തുറന്നു വെച്ചാൽ തന്നെ ഉറക്ക് വരും പല ആൾക്കാർക്കും. എന്തുകൊണ്ടാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ അൽ അസ്മാഉ വസ്സിഫാത്തിലും ഇമാം അഹ്മദ് അവിടുത്തെ സുഹദിലും ഉദ്ധരിക്കുന്ന അസറിൽ കാണാം, ലൗ തഹുറത് ഖുലൂബുനാ മാ ശബിഅനാ മിൻ കലാമി റബ്ബിനാ. നമ്മുടെ ഹൃദയം ശുദ്ധിയായിരുന്നുവെങ്കിൽ ഒരിക്കലും ഖുർആൻ നമുക്ക് മതിയാവില്ല. നമ്മുടെ ഹൃദയം എങ്ങാനും നമ്മൾ ശുദ്ധീകരിച്ചിരുന്നെങ്കിൽ, ഞാൻ ഒന്നാമതായി പറഞ്ഞ കാര്യം, നമ്മുടെ ഹൃദയം നമ്മൾ ശുദ്ധീകരിച്ചാൽ എത്ര ഖുർആൻ ഓതിയാലും എത്ര ഖുർആൻ കേട്ടാലും നമുക്ക് മടുപ്പ് വരില്ല. അതുകൊണ്ടാണ് സഹാബികളുടെ ജീവിതത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു ആയത്ത് ഓതിയിട്ട് രാത്രി നിസ്കാരം അവർ തുടങ്ങി രാവിലെ ഫജ്ർ വരെ ആ ഒരു ആയത്ത് തന്നെ അവർ ആവർത്തിച്ചു എന്നൊക്കെ അവരുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതുകൊണ്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ അവർക്ക് മാധുര്യമുണ്ടായിരുന്നു. ഇന്ന് എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു നിഅമത്താണ് അള്ളാഹു നമ്മളിൽ നിന്ന് തടഞ്ഞു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പലരിൽ നിന്നും തടഞ്ഞു വെച്ചിരിക്കുന്ന വലിയ നിഅമത്താണ് പരിശുദ്ധമായ ഖുർആനിന്റെ മാധുര്യം അവർക്കില്ല. കേവലം ഒരു ആചാരം എന്ന രൂപത്തിൽ ഖുർആൻ ഓതും. അതല്ലാതെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ മനസ്സ് സന്തോഷിക്കുക, മനസ്സിന് സമാധാനമുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇബാദത്തുകളിലാണ് എനിക്ക് കൺകുളിർമ. ആ അവസ്ഥയും ഇന്ന് പലപ്പോഴും മുസ്ലിം സമൂഹത്തിനില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിം സമൂഹത്തിന്റെ ഒരു ചൈതന്യമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്ന ഒരു ഇസ്സത്തുണ്ട്. അത് തിരികെ പിടിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, വഇന്നി ലഅക്റഹു അൻ യഅതിയ അലൈ യൗമുൻ മാ അൻദുറു ഫിൽ മുസ്ഹഫ്. ഖുർആൻ നോക്കാത്ത ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ നോക്കാത്ത ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധമായ ഖുർആനിന് സലഫുകൾ നൽകിയിരിക്കുന്ന പ്രാധാന്യം പറഞ്ഞതിനു ശേഷം പറഞ്ഞു, കരിഹു അൻ യംദിയ അല റജുലി യൗമുൻ ലാ യൻദുറു ഫിൽ മുസ്ഹഫ്. സലഫുകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആൻ ഒരു ദിവസം കുറച്ചെങ്കിലും നോക്കാത്ത വ്യക്തികളെ അവർ വെറുത്തിരുന്നു. അതൊരിക്കലും അവർ നല്ല ഒരു പ്രവർത്തനമായിട്ടല്ല കണക്കാക്കിയിരുന്നു. ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കൂട്ടത്തിൽ എത്ര ആൾക്കാർ ഇന്ന് ഖുർആൻ എടുത്ത് ഓതിയിട്ടുണ്ട്? എത്ര സഹോദരങ്ങൾ ഇന്ന് ഖുർആൻ ഓതിയിട്ടുണ്ട്? നമ്മൾ കേവലം ഖുർആനിന്റെ ആൾക്കാരാണ്, ഖുർആനിനെ സ്നേഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്, ഇങ്ങനെ പറഞ്ഞു നടന്നതുകൊണ്ട് കാര്യമില്ല. പേരുകളിലല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. എത്രത്തോളം നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്. അതുകൊണ്ട് ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളും പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക.